നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള പാലസ്തീൻ എന്ന നാടിനെ പറ്റിയാണ്. പാലസ്തീൻ ഒരു അസാധാരണമായ നാടാണ്. ദാൻ മുതൽ ബേർഷേബ വരെ അതിന് 150 മൈൽ ദൈർഘ്യവും ഏറ്റവും വീതി കൂടിയ ഭാഗത്തിന് അതിൻ്റെ പകുതി വിസ്തൃതിയുമേ ഉള്ളൂ. എന്നിരുന്നാലും മനുഷ്യരാശിയിന്മേൽ വിസ്തീർണതയ്ക്ക് അതീതമായ ഒരു സ്വാധീനം ചെലുത്തുവാൻ പാലസ്തീൻ എന്ന നാടിന് കഴിഞ്ഞിട്ടുണ്ട്. അറേബ്യൻ ഉപദ്വീപിൻ്റെ വടക്കുഭാഗത്ത് ചന്ദ്രകലിക പോലുള്ള ഫലപുഷ്ടമായ പ്രദേശത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് ചേർന്ന് പാലസ്തീൻ നാട് സ്ഥിതി ചെയ്യുന്നു. കൂടാതെ പുരാതന സാമ്രാജ്യങ്ങളായ മെസോപ്പൊത്താമിയ, ഏഷ്യ മൈനർ, സമീപപൂർവ്വ ദേശ സംസ്കാരത്തിൻ്റെ മടിത്തൊട്ടിലായ ഈജിപ്റ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഒരു ശൃംഖലയായിരുന്നു പാലസ്തീൻ. പാലസ്തീൻ ജനത രാഷ്ട്രീയ മാഹാത്മ്യം സ്വപ്നം കണ്ടിരുന്നെങ്കിലും അത് ഒരിക്കലും ഒരു രാഷ്ട്രീയ വൻശക്തിയായി മാറിയില്ല. എന്നാൽ പ്രസ്തുത ശൃംഖലയുടെ സ്വാധീനത്തിനുള്ള രാഷ്ട്രീയ പ്രാധാന്യം ചുറ്റിലുമുള്ള വൻ രാഷ്ട്രങ്ങൾ അംഗീകരിച്ചിരുന്നു. പഴയ നിയമത്തിൽ കാണുന്നതുപോലെ തങ്ങൾ കീഴടക്കിയ കനാന്യരുടെ സാംസ്കാരിക ആധ്യാത്മിക സമ്മർദ്ദം ഇസ്രായേലിയർ വളരെ കാലത്തേക്ക് അനുഭവിച്ചു പോന്നു. കൂടാതെ പേർഷ്യർ, ഗ്രീക്കുകാർ, റോമർ എന്നിവർ ഉൾപ്പെടെയുള്ള അയരാജ്യങ്ങളുടെയും ജേതാക്കളുടെയും സ്വാധീനം പാലസ്തീൻ ജനതയുടെ മേൽ ഉണ്ടായിരുന്നു. അത് അവരുടെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയും. എന്നിരിക്കലും തത്തുല്യമായ ഏതൊരു രാജ്യത്തിനേക്കാൾ പാലസ്തീന് ലോകത്തിന്മേൽ താരതമ്യേന വലുതും സ്ഥായിയായതുമായ സ്വാധീനമുണ്ടായിരുന്നു. അതിൻ്റെ ഭൗതിക സംസ്കാരം അത്ര തന്നെ ശ്രദ്ധേയമായിരുന്നില്ല. അതിൻ്റെ സാഹിത്യം വേദപുസ്തകങ്ങളിൽ അവശേഷിച്ചു കാണുന്നത് എണ്ണമറ്റ ഭാഷകളിൽ പരിഭാഷപ്പെടുത്തുകയും പരക്കെ വിലമതിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സാഹിത്യപരമായി അത് വളരെ മേന്മയുള്ളത് കൊണ്ട് മാത്രമല്ല, പിന്നെ അതിൻ്റെ മതപരമായ സവിശേഷതകൾ കൊണ്ടും ആ സന്ദേശം കൊണ്ടും അത്രേ അത് വിലമതിക്കപ്പെടുന്നത്. ഈ സവിശേഷതയും സന്ദേശവും ഇസ്രായേലിൻ്റെ സാഹചര്യത്തിൽ നിന്നല്ല, നേരെ മറിച്ച് ദൈവത്തോടും ദൈവത്തിൻ്റെ ശക്തിയോടുള്ള അഭേദ്യമായ അനുഭവജ്ഞാനത്തിൽ നിന്നുമാണ് അത് ഉടലെടുത്തിട്ടുള്ളത്. അവരുടെ ആത്മീയ നേതാക്കൾ തങ്ങളുടെ സ്വന്തം ബുദ്ധിയുടെ നിരൂപണങ്ങളിൽ നിന്ന് ദൂത് ഘോഷിച്ചിരുന്നവരല്ല, പ്രത്യുത ദൈവവചനം മാത്രമാണ് എന്ന പൂർണ്ണ ബോധ്യമുള്ള കാര്യങ്ങളെ അവർ സംസാരിച്ചിരുന്നുള്ളൂ. എങ്കിലും ആ ദൈവദൂത് രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരവും ചരിത്രപരവുമായ ബന്ധത്തിലല്ലാതെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല. പാലസ്തീൻ്റെ ഭൂമിശാസ്ത്രം അതിൻ്റെ ചരിത്രത്തെ സ്വാധീനപ്പെടുത്തി. പ്രവാചകന്മാർ അതാത് സമയങ്ങളിൽ പരിസ്ഥിതികൾക്ക് അനുസരണമായി ദൈവത്തിൻ്റെ ദൂതുകൾ പലപ്പോഴും നൽകിയിരുന്നു. എന്തെന്നാൽ വേദപുസ്തകം എല്ലായ്പ്പോഴും വ്യക്തിപരമായും രാഷ്ട്രീയമായുമുള്ള ജീവിതത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ഒരിക്കലും കേവലമൊരു പ്രതിഷ്ഠാ കേന്ദ്രത്തിലുള്ള ആരാധന മാത്രമായിരുന്നില്ല. അത് ആളുകളെ ദൈവാരാധനയ്ക്കായും തങ്ങളുടെ യഥാർത്ഥ ക്ഷേമം ദൈവാനുസരണത്തിലായിരിക്കുവാനും വേണ്ടിയാണ് അത് ഉറപ്പുകൊടുത്തത്. എല്ലാ വഴികളിലും അവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ എല്ലാ വഴികളിലും ദൈവശബ്ദം കേൾപ്പാനും ജനങ്ങൾക്ക് അവർ ആഹ്വാനം നൽകി. ഭൂമിശാസ്ത്രപരമായി പാലസ്തീൻ വളരെയധികം വൈവിധ്യമുള്ള ഒരു രാജ്യമാണ്. പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ അത് 4 മേഖലയായി വിഭജിക്കപ്പെട്ടിരുന്നു. ഒന്നാമത്തെ ഭാഗം തീര സമതല പ്രദേശമാണ്. അതിൽ ഫെലീസ്യ സമതലവും കർമേൽ പർവ്വതം കടലിലേക്ക് ഉന്തി നിൽക്കുന്ന സ്ഥാനം വരെയുള്ള ഷാരോൻ സമഭൂമിയും അക്കോവ് സമതലവും വടക്കുഭാഗത്തുള്ള ഫെയ്നീക്കിയ സമതലവും ഉൾപ്പെടുന്നു. തെക്കേ അറ്റം ഷെഫേല താഴ്വീതി മുതൽ യഹൂദിയ മലമ്പ്രദേശം വരെയും ഉയർന്നു കിടക്കുന്നു. രണ്ടാമത് വടക്ക് മുതൽ തെക്കോട്ട് രാജ്യത്തിൻ്റെ നെടുനീളെ ഇടയ്ക്കിടയ്ക്ക് താഴ്വരകളാൽ വിച്ഛേദിക്കപ്പെട്ട പർവ്വതനിരകൾ. 3000-ലധികം അടി ഉയരമുള്ള യഹൂദിയ മലനാട് അത്രയെ തെക്ക് ഭാഗത്ത് കാണുന്നത്. അതിൽ നിന്ന് എഫ്രീയേം മലനാട് എന്നറിയപ്പെടുന്ന മധ്യ ഉന്നതതട പ്രദേശം വേർതിരിയുന്നത് ചെറിയ കുന്നിൻ നിരകളാണ്. ഏബാൽ പർവ്വതവും ഷെർഷോം പർവ്വതവും ശേഖേമിൻ്റെ ഇരുവശങ്ങളിലായി നിലകൊള്ളുന്നു. കർമേൽ പർവ്വതത്തിൻ്റെ തെക്ക് മുതൽ യോർദാൻ നദി വരെയുള്ള ഒരു വിടവ് ഈ ഭാഗത്തെ ഗലീല മലമ്പ്രദേശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നു. വിടവിൻ്റെ പടിഞ്ഞാറേ ഭാഗം എസ്ഡോലോൺ സമതലമെന്നും കിഴക്കേ ഭാഗം ഗിലെയാ താഴ്വരയെന്നും അറിയപ്പെടുന്നു. ഗിലെയാ താഴ്വരയ്ക്ക് തെക്ക് ഗിൽബോവ പർവ്വതം സ്ഥിതി ചെയ്യുന്നു. നസ്രേത്തിന് സമീപമുള്ള താബോർ പർവ്വതം ഉൾപ്പെടുന്ന ദക്ഷിണ ഗലീല സമതലത്തിലുള്ള പർവ്വതങ്ങൾ
ലബനോൻ വരെയുള്ള ഉത്തര ഗലീല പ്രദേശങ്ങളിലെ പർവ്വതങ്ങളെ ഉയർന്നവയല്ല. ഇവിടെ തീരദേശ സമതലങ്ങൾ തീരെ വീതി കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഫൊയ്നീക്യർ കടലുമായി കൂടുതൽ ബന്ധപ്പെടുകയും സമുദ്രസഞ്ചാരികളായ ഒരു ജാതിയായി തീരുകയും ചെയ്തത്. വ്യക്തമായ അതിർ തിരിച്ചിട്ടില്ലെങ്കിലും ബേർഷേബയ്ക്കും കാദേശ് ബർന്നയ്ക്കും മധ്യേ യഹൂദിയ മലനാടിന് തെക്ക് നെഗബേവ് സ്ഥിതി ചെയ്യുന്നു. മഴ കുറവായതിനാൽ കൃഷിക്ക് ഉപയുക്തമല്ലെങ്കിലും ആ സ്ഥലം മേച്ചിൽ സ്ഥലമായി ഉപയോഗിക്കുന്നു. ചെങ്കടൽ വരെ നീണ്ട ഭൂഗർഭ വിള്ളലിൽ കിടക്കുന്ന മൂന്നാമത്തെ ഭാഗമാണ് യോർദാൻ താഴ്വര. യോർദാൻ നദി ലെബനോൻ പർവ്വതത്തിൽ നിന്ന് അതിനെതിരെ സ്ഥിതി ചെയ്യുന്നു. പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് ഗലീല കടലിൽ കൂടി ഒഴുകി ചാവുകടലിൽ ഈ ചെങ്കടൽ പതിക്കുന്നു. ആദ്യത്തേതിന് സമുദ്രനിരപ്പിൽ നിന്ന് 700 അടിയും പിന്നത്തേതിന് 1300 അടിയും താഴ്ചയുണ്ട്. ഗലീല കടലിനും ചാവുകടലിനും ഇടയ്ക്ക് നദി വളരെയധികം വളഞ്ഞ് ഒഴുകുന്നു. ഈ സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൻ്റെ ഇരുകരകളും വൃക്ഷങ്ങളാൽ നിബിഡമാണ്. ചാവുകടലിനോട് അടുക്കുംതോറും യോർദാൻ താഴ്വരയുടെ വീതി കൂടുന്നു. അവിടെ എരിഹോ പട്ടണം സ്ഥിതി ചെയ്യുന്നു. ഈ പ്രദേശം വലിയ ചൂടുള്ളതിനാൽ ഉഷ്ണമേഖലാ സസ്യങ്ങളാണ് കാണപ്പെടുന്നത്. ചാവുകടലിന് ബഹിർഗമന മാർഗങ്ങളില്ലാത്തതിനാലും ഉപ്പുരസം അധികമായതിനാലും യാതൊരു ജീവജാലങ്ങളും ആ ചാവുകടലിൽ വളരുന്നില്ല. ടങ് എന്നറിയപ്പെടുന്ന ഉപദ്വീപ് അതിൻ്റെ തെക്കുപടിഞ്ഞാറ് കാണപ്പെടുന്നു. അതിന് തെക്കുഭാഗത്തുള്ള കടൽ വളരെ ആഴം കുറഞ്ഞതാണ്. ചാവുകടലിന് പടിഞ്ഞാറ് ശൗലിനെ ഭയന്ന് ദാവീദ് ഒളിച്ചിരുന്ന എൻഗദി മരുഭൂമി ഉൾപ്പെടുന്നു. യഹൂദ മരുഭൂമി, ചാവുകടൽ ചുരുളുകൾ കണ്ടെടുത്ത ഖംറാൻ, മുറാബഅത്ത് എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നു. യഹൂദ മലനാട്ടിൽ നിന്ന് ചാവുകടലിലേക്കുള്ള ചരിവ് കടും തൂക്കായ ഒന്നാണ്. പുരാതന യെരുശലേം പട്ടണത്തിൽ നിന്ന് എരിഹോവിലേക്ക് 14 മൈൽ ദൂരത്തിൽ 3000 അടി താഴ്ചയാണുള്ളത്. ചാവുകടലിന് തെക്ക് ആരാബ സ്ഥിതി ചെയ്യുന്നു. അത് സമുദ്രനിരപ്പിൽ നിന്നും അല്പം ഉയർന്നു വന്നിട്ട് അഖാബ ഉൾക്കടലിൻ്റെ ഭാഗത്തേക്ക് വീണ്ടും ചരിഞ്ഞു കിടക്കുന്നു. നാലാമത്തെ ഭാഗം യോർദാന് കിഴക്കുള്ള പീഠഭൂമിയാണ്. അത് യാബോക്ക്, ആർനോൻ, സെരേദ് എന്നീ 4 നദികളാൽ വിഭജിക്കപ്പെട്ടിരുന്നു. ആർനോനും സെരേദും അഗാധമായ ഗർത്തങ്ങളിൽ കൂടി ഒഴുകുന്നത് കൊണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിക്കുന്നു. യാമോക്കിന് വടക്ക് ബാഷാൻ സ്ഥിതി ചെയ്യുന്നു. അതിനപ്പുറത്തായി എതിരെയുള്ള ലെബനോൻ പർവ്വതം. ഗലീല കടൽപ്പുറത്ത് നോക്കുമ്പോൾ കാണുന്നത് അതിൽ ഹിമാവൃതമായ ഹെർമോൻ കൊടുമുടിയത്രേ. യാമോക്കിനും യാബോക്കിനും ഇടയ്ക്കാണ് ഗിലെയാദ് ദേശം. കിഴക്കുള്ള അമോന്യരാൽ മിക്കപ്പോഴും ആക്രമിക്കപ്പെട്ടിരുന്ന ഗാദിൻ്റെയും രൂബേൻ്റെയും പ്രദേശങ്ങൾ യാബോക്കിനും ആർനോനും മധ്യേ സ്ഥിതി ചെയ്യുന്നു. അവിടെയാണ് നെബോ പർവ്വതം. അവിടെ നിന്നാണ് മോശ വാഗ്ദത്ത നാടിനെ കണ്ടത്. വാഗ്ദത്ത നാടായ കനാൻ ദേശത്തെ മോശ കണ്ടത് നെബോ പർവ്വതത്തിൽ നിന്നാണ്. മോബാബിയ രാജ്യം ആരോനും സെരീദിനും മധ്യയായിരുന്നു. സെരീദിന് കിഴക്ക് ഏദോമ്യർ വസിച്ചിരുന്നു. ഇത് പ്രകൃതിഭോഗങ്ങൾ നിറഞ്ഞ പാലസ്തീൻ നാടിൻ്റെ ഒരു ചെറിയ ഭൂമിശാസ്ത്ര വർണ്ണമാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഇത്